നമസ്കാരം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പാകിസ്ഥാനിൽ നിന്നുള്ള വിസ നിർത്തിവെച്ചതായി റിപ്പോർട്ട്. ഗൾഫ് രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന പാകിസ്ഥാൻ പൗരന്മാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള നിരവധി വിസ അപേക്ഷകളാണ് ലഭിച്ചതെന്ന്. ഇതൊരു നിരസിക്കൽ ആഴ്ചയും കൂടി, ഏറ്റവും കൂടുതൽ വിസ നിരസിക്കുന്ന ആഴ്ചയും കൂടിയായി ഇത് മാറുമെന്നാണ് യുഎഇയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 80% പാകിസ്ഥാനിൽ നിന്നുള്ള അപേക്ഷകളാണ് ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത്. ഇത് പാകിസ്ഥാനെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ആക്കിയിരിക്കുന്നത്. കാരണം വലിയ കടക്കെണിയിലാണ് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ. 34 ബില്യണിലേറെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത്. ഏകദേശം വലിയ ഒരു 500 ബില്യൺ തുകയോളം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നുൾപ്പെടെ പാകിസ്ഥാൻ കടമെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ. അങ്ങനൊരു കടക്കണിയുടെ സാഹചര്യത്തിലാണ് യുഎഇയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ളൊരു തിരിച്ചടിയും. പാകിസ്ഥാനി പൗരന്മാർ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും അധികം പോകുന്ന രാജ്യം യുഎഇ ആണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വരുമാനമാണ് പാകിസ്ഥാനെ ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു നിർത്തുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പൗരന്മാർ ആശ്രയിക്കുന്ന രാജ്യം യുഎഇ ആണ്. ആ യുഎഇയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി പാകിസ്ഥാനെ വലിയ രീതിയിൽ ആണ് തകർത്തിരിക്കുന്നത്. ഇത് ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് പാകിസ്ഥാനെ നയിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് എന്നാണ് ഇവിടുത്തെ തന്നെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള പൗരന്മാർ മോഷണം, മറ്റു കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ, അങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളിലാണ് യുഎഇയിൽ ഏർപ്പെടുന്നത്. ഇതാണ് രാജ്യത്തെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ യുഎഇ പെരുമാറുന്ന അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ പൗരന്മാർ വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിലും നയതന്ത്ര പാസ്പോർട്ടുകൾ പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട്. നീല പാസ്പോർട്ട് ലഭിക്കുന്നുണ്ട്. എന്നാൽ പച്ച പാസ്പോർട്ട്, സാധാരണക്കാർ ഉപയോഗിക്കുന്ന പച്ച പാസ്പോർട്ടിനാണ് കൂടുതൽ എതിർപ്പ് നേരിടുന്നത്. അവിടെ നിലവിൽ താമസിക്കുന്നതോ അല്ലെങ്കിൽ വിസ ഉള്ളതോ ആയ ആൾക്കാർക്ക് ആ വിസയുടെ കാലാവധി കഴിയുന്നത് വരെ തുടരാൻ കഴിയും. എന്നാൽ ബന്ധുക്കളുള്ള, അവിടെ യുഎഇയിൽ ബന്ധുക്കളുള്ള പാകിസ്ഥാനി പൗരന്മാർക്ക് വിസ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. എന്നാൽ 80% പാകിസ്ഥാനി വിസകൾ, സാധാരണഗതിയിൽ പോകാൻ തയ്യാറെടുക്കുന്ന പാകിസ്ഥാനി വിസകൾക്ക് വലിയ നിയന്ത്രണമാണ് ഇപ്പോൾ യുഎഇ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ കുറ്റകൃത്യങ്ങൾ, യാചനാ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ഉംറയുടെയൊക്കെ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു യാചക സംഘങ്ങളാണ് പാകിസ്ഥാനിൽ നിന്ന് പോകുന്നത്. സെനറ്റ് ഫംഗ്ഷണൽ കമ്മിറ്റി ഓൺ ഹ്യൂമൻ റൈറ്റ്സ് മുമ്പാകെ പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ നടത്തിയ ബ്രീഫിംഗിലാണ് യുഎഇയുടെ ഈ നിരോധനത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഔപചാരിക നിയന്ത്രണത്തിന് തൊട്ടുമുമ്പ് തന്നെ യുഎഇയുടെ ഈ ഒരു വലിയ നിയന്ത്രണമാണ് ഇപ്പോൾ പാകിസ്ഥാന് മേൽ ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾക്ക് പാകിസ്ഥാൻ വിധേയമാകുന്നത് രാജ്യത്തിന് പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിലുള്ള മങ്ങലാണ് ഏൽപ്പിക്കുന്നത്. 80,000-ലധികം പാകിസ്ഥാനികളാണ് യുഎഇയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് വർഷാവർഷം പോകുന്നത്. യുഎഇയിലുള്ള ഏറ്റവും അധികം യുഎഇയിൽ തങ്ങുന്ന സമൂഹങ്ങളിൽ ഒന്ന് പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. സാധാരണ പാകിസ്ഥാൻ യാത്രക്കാർ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഒരു നിയന്ത്രണം, അതിൻ്റെ ഒരു സീമകൾ, അതിർത്തിയൊക്കെ കടക്കുന്ന തരത്തിലുള്ള വലിയ നിയന്ത്രണമാണ് ഇപ്പോൾ. ഇത് പാകിസ്ഥാന് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വിസ അപേക്ഷിക്കുന്നതിലും വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും. കാരണം ഏറ്റവും അധികം ഒരു ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള യുഎഇയിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി ഉണ്ടാകുന്നത് വലിയ രീതിയിലാണ്, വലിയ ബുദ്ധിമുട്ടാണ് പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും അവിടെ നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെയൊക്കെ ഒരു ലഘൂകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയന്ത്രണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.